നമ്മളെ വാട്ടർ പ്രൂഫിൻ്റെ പണി എന്തായി നമുക്കൊന്ന് പോയി കേട്ടോ. ഇതാണ് കേട്ടോ ഒരു അടിക്കുന്ന സാധനം. കുട്ടിയൊക്കെ ക്ലീൻ ആയിക്കണം. അസല്ലാ ഒരാളെ ബ്ലോഗറൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് പൊടിയെടുത്ത് ഒഴിവാക്കി. അസ്സലാമലൈക്കും. എന്തൊക്കെയാ നമ്മളെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടേ ഒരുപാട് ആൾക്കാർ ചോദിച്ചു. കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെയുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ ഒന്ന് ചെയ്യാൻ കഴിയുമോ? നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? വീണ്ടും ചെയ്ത് കൊടുക്കും. ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമ്മൾ ഇതിന്റെ മുന്നേ ചെയ്തവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെ സാധനം തന്നെ ഉണ്ട്. ചെറിയ നമ്മളൊരു പൊടിക്കയും വെച്ചാണ് ചെയ്യും. ചെയ്തോലൊക്കെ സാറ്റിസ്ഫാക്ഷൻ. ഇതിപ്പോ ഞാൻ വീഡിയോ ഇട്ടോടത്തോളം എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ കേരളത്തിൽ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ ഒട്ടുമിക്ക ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഏത് ചൂടും അതുപോലെ തന്നെ ലീക്കും. സാധാരണക്കാരൊക്കെ അടിച്ച് പല ആളുകളും പറഞ്ഞു വാട്ടർ പ്രൂഫ് ചെയ്തിട്ടും നമുക്കൊരു പരിഹാരം കണ്ടാൽ പക്ഷേ ചിലർ പൊടി അടിക്കാതെ അങ്ങനെ ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുന്നത് ആ വാട്ടർ പ്രൂഫിന്റെ പ്രശ്നമല്ല, ഈ പൊടി നമ്മൾ ഈ മെഷീനൊക്കെ വെച്ച് അടിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഈ സ്ലാബിന് നമ്മൾ നേരെ പിടിക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ അടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളല്ലേ വെള്ളമൊക്കെ അടിച്ച് ആദ്യം നമ്മുടെ വീഡിയോയിൽ കാണിച്ചില്ല വെള്ളമൊക്കെ അടിച്ച് പിന്നെ പൊടി അടിച്ച്. അപ്പോൾ നമുക്ക് എവിടെയും ചെയ്യാത് അല്ലേ? എവിടെ പോയി ചെയ്യാം. ഇപ്പോൾ സ്ഥലത്തിന് ലോങ്ങിനൊക്കെ അനുസരിച്ച് നമ്മൾ വൈറ്റ് പറയും. അപ്പോൾ നിങ്ങൾ കണ്ടില്ല മൂപ്പര് പണി കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം അടിച്ച് ഫുള്ള് ക്ലിയർ ആക്കി പിന്നെ ഉണങ്ങാൻ ഇട്ടിട്ട് പിറ്റേന്ന് വന്നിട്ടാണ് മൂപ്പര് ബ്ലോഗറൊക്കെ ആയിട്ട് വന്ന് കംപ്ലീറ്റ് പൊടി അടിച്ച് ക്ലീൻ ചെയ്തതൊക്കെ ഒരു മൂലക്കലിട്ട് കൂട്ടിയതിന് ശേഷമാണ് പെയിൻറ്റ് അടിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വലിയൊരു ഘടകം തന്നെ കേട്ടോ. ഈ ബ്ലോഗർ വെച്ച് പൊടി അടിക്കുന്ന സംഭവം സംഗതി കാണൂല നമ്മൾ. പക്ഷേ ബ്ലോഗർ വെച്ച് അടിക്കുമ്പോൾ ഒരുപാട് പൊടി മുമ്പ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ പൊടിയൊക്കെ അടിച്ച് ഒഴിവാക്കിയാലുള്ളൂ ഇതാണ് പിടിക്കുള്ളൂ ചുമരുന്ന്. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് കോട്ട് അട്ടും അടിക്കുന്നത്. ഇത് ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് നല്ല വെയിലത്ത് കിടന്നിങ്ങനെ ഉണങ്ങണം. പിന്നാണ് പിറ്റേന്ന് വന്നിട്ട് രണ്ടാമത്തെ കോട്ട് അടിക്കും. ആ കോട്ടോട് കൂടിയിട്ട് ഇത് ഫിനിഷിംഗ് ആവുന്ന പറയുന്നത്. സാധനം നമുക്ക് തയ്യാറായിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മൾ എന്താക്കി മേടിച്ച് മൊത്തം നമ്മൾ 60 ലിറ്ററോളം മേടിച്ചിട്ടോടെ. എൻ്റെ സ്ലാബ് ഏകദേശം 900 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. വീട് മൊത്തം 1800 അപ്പോൾ സ്ലാബ് 900 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ആൾക്കാർ മൂപ്പരെ നമ്പർ ചോദിച്ചിരുന്നു. നമ്പർ ഇതാണ് കേട്ടോ 81 29 86 17 37. ഇതിൽ വിളിച്ചിട്ട് മൂപ്പരോട് കാര്യങ്ങൾ പറഞ്ഞോളി, സംസാരിച്ചോളി. ഓക്കെ. പിന്നെ ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ അത്രയ്ക്കും നന്നാവും. ഞാൻ ഏതായാലും ഇതിൻ്റെ ഫുള്ള് ഫിനിഷിംഗ് ആയിട്ട് ഇതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ട് ഞാൻ എന്താക്കും നാളെ ഒരു വീഡിയോ കൂടി ഇടും. ഇതിപ്പോൾ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഞാനിന്ന് വാട്ടർ പ്രൂഫ് ചെയ്തതിനോടല്ല ഇന്ന് വൈകുന്നേരം പെരുമഴ ഇവിടെ ആ ചൂടിന് ഒരു ആക്കം കിട്ടി. മഴ എന്നല്ല എൻ്റെ വാട്ടർ പ്രൂഫ് പോയാലും വേണ്ടില്ല, നല്ല മഴ കിട്ടിയതല്ലേ അൽഹംദുലില്ലാ. ചൂടിനൊരാക്കം. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നാളെ ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടി പോസ്റ്റ്